ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ യു എസിൻ്റെ ഫെഡ് റേറ്റ് അനൗൺസ്മെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഇന്നലെ മാറ്റിയില്ലെങ്കിലും ഭാവിയിൽ ഫെഡ് റേറ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു പ്രോബബിലിറ്റി അവിടെ പറഞ്ഞിരുന്നു. അത് യു എസ് മാർക്കറ്റ് അനലിസ്റ്റുകൾക്കും യു എസ് മാർക്കറ്റിന് അത് ഡൈജസ്റ്റ് ആകാത്ത ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ മാർക്കറ്റ് ഇന്നലെ നല്ലൊരു ഫോളിലേക്ക് പോയി. ഒരു 800 പോയിൻ്റ് ഡൗ ജോൺസ് ഒക്കെ ഫോൾ ചെയ്തു. അപ്പോൾ ഈ ഫോളിന് ശേഷം പതുക്കെ റിക്കവർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അവിടെ സംഭവിച്ചു. യു എസ് വിക്സ് കൂടി എന്നുള്ളതൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ ഡേറ്റാ ബേസിൽ നമ്മുടെ മാർക്കറ്റിനകത്ത് ഭയങ്കര ഭീകരമായിട്ടുള്ളൊരു ചേഞ്ചസ് ഒന്നും വരുന്നില്ല. ഒരു സെക്കൻഡ് ഞാനൊന്ന് കറണ്ട് ഡേറ്റ ഒന്ന് എടുത്തോട്ടെ. ഓക്കെ, നിഫ്റ്റി ഇപ്പോഴും നിൽക്കുന്നത് ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഡേറ്റ എടുത്തിട്ടാണ്. അപ്പോൾ നമ്മുടെ മാർക്കറ്റിനുള്ളിൽ ഇന്നലെ ലെവൽസ് ഞാൻ ഷെയർ ചെയ്തിരുന്ന ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. 24,040 മേളിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 24,100, 24,240 എന്നിങ്ങനെയുള്ള ലെവൽസ് പറഞ്ഞിരുന്നു. ഇന്നലെ 24,040 ബ്രേക്ക് ചെയ്തിട്ട് 24,100 വരെ പോയി. മാർക്കറ്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് സൈഡിലേക്ക് പോയി. മാർക്കറ്റിന് ഇന്നലെ ലൈവിൽ പറഞ്ഞിരുന്നു, മാർക്കറ്റിന് മേളിലേക്ക് പോകാൻ പ്രത്യേകിച്ച് ഡേറ്റയൊന്നും ഇല്ലാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇന്നും അതേ കണ്ടീഷൻ തന്നെയാണ്. മാർക്കറ്റിന് മേളിലേക്ക് പോകാൻ വലിയ കാര്യമായിട്ടുള്ള റീസൺ ഇതുവരെ ഇല്ല. ആ ഒരു റീസൺ ഇല്ലായ്മ കാരണം മാർക്കറ്റ് സൈഡ് വേസ് പോകുന്നൊരു സിറ്റുവേഷനാണ്. ഓക്കെ, അപ്പോൾ ഇന്നലത്തെ അതേ അനാലിസിസ് തന്നെയാണ് ഇന്നും പറയാനുള്ളത്. പ്രത്യേകിച്ച് ഒരു എക്സ്ട്രാ ഡേറ്റ ഇല്ല. സ്റ്റോക്സ് വളരെ കാമായിട്ട് കുറച്ച് സ്റ്റോക്സ് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റിൻ്റെ ക്യാൻഡിൽസ് കണ്ടു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇത് കാണുന്നുണ്ടോ? മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് നമ്മുടെ തൊട്ടടുത്തുണ്ടായിരുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ്, ഈ ഒരു റെസിസ്റ്റൻസിൽ തട്ടി നിന്നിട്ട് 24,000 റെസിസ്റ്റൻസ് തട്ടി നിന്നിട്ട് ഈ ഒരു ക്യാൻഡിൽ അത് റേഞ്ച് ബ്രേക്ക് ചെയ്ത് പോകുന്നു. ഇതും കൂടെ ആകുമ്പോഴേക്കും ഏതാണ്ട് അടുത്തുണ്ടായിരുന്ന ഒരു സപ്പോർട്ട് ഏരിയ കംപ്ലീറ്റ് ബ്രേക്ക് ചെയ്യുന്നു. സോ 24,240 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലോ മാർക്കറ്റിന് ആ ഒരു മൊമെൻറ്റം കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ ഇന്ന് മാർക്കറ്റ് ശ്രമിക്കുക, ഒന്നുകിൽ ഈ 24,100 ബ്രേക്ക് ചെയ്ത് ഈ ഒരു ഏരിയയിലേക്ക് വരാൻ ശ്രമിക്കും. ബിക്കോസ് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ യഥാർത്ഥ ബുള്ളിഷ് റാലി സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് തിരിച്ച് വന്ന് സൈഡ് വേസ് പോകാനുള്ള സാധ്യതയുണ്ട്. സോ എക്സ്പെക്റ്റിംഗ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ സ്വിങ് ആയിട്ട് എടുക്കാനാണ്. അറ്റ്ലീസ്റ്റ് ഇതുവരെ പോയി ഇവിടെ വരിക എന്നുള്ള ശ്രമം, അറ്റ്ലീസ്റ്റ് ഇതുവരെയെങ്കിലും വന്ന് ഇങ്ങനെ ഈ ഒരു ഏരിയ പോവുക. അറ്റ്ലീസ്റ്റ് ഒന്ന് പേടിപ്പിക്കാനാണെങ്കിൽ മാർക്കറ്റ് ഇതുവരെയൊക്കെ വരിക എന്നുള്ളൊരു സിറ്റുവേഷനൊക്കെ വരാം. സോ മാർക്കറ്റിൽ കയറി പോകാനുള്ള ഡേറ്റ ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ മാർക്കറ്റിൽ. അപ്പോൾ ട്രേഡേഴ്സിന് അതിഭീകരമായിട്ടുള്ളൊരു മൊമെൻറ്റം ഇന്നലെ ട്രേഡ് ചെയ്ത ഏതൊരു മനുഷ്യനും ഒരു സ്കാൽപ്പിംഗ് ട്രേഡിന് പോലും ഏതാണ്ട് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ അടുപ്പിച്ചെടുത്തു എന്നുള്ളതാണ്. സാധാരണ 5 മിനിറ്റ് കൊണ്ട് മൂവ് ചെയ്യുന്ന ക്യാൻഡിൽ, ഇല്ലെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് മൂവ് ചെയ്യുന്ന ക്യാൻഡിൽ ഇന്നലെ 1 മണിക്കൂറോളം എടുത്തു. സോ ഇങ്ങനത്തെ ഒരു മാർക്കറ്റ് ഒന്ന് സ്ലോ ബയസിങ്ങിലേക്ക് ഒന്ന് പോകുന്നു, സൈഡ് വേസ് ബയസിങ്ങിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. സോ മാർക്കറ്റിൽ വാച്ച് ചെയ്യേണ്ട ലെവൽസ് ഇതാണ്. 100 മേളിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ 40 ഉണ്ട്. 40 ഇന്നലെ ബ്രേക്ക് ചെയ്തപ്പോഴാണ് 100ലേക്ക് 24,960, 24,040, 24,100, 180 ചെറുതായിട്ടുണ്ട് എന്നുണ്ടെങ്കിലും 24,240 യഥാർത്ഥ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. 350, 440 ഞാൻ ജസ്റ്റ് വരച്ചിട്ടു എന്നുള്ളതുകൊണ്ട് കയറി പോകാനുള്ള ഡേറ്റ ഇല്ല. താഴേക്കാണെന്നുണ്ടെങ്കിൽ 960, 880, 800, 720 ഈ 4 ലെവൽസാണ് വാച്ച് ചെയ്യാനുള്ളത്. സോ ഇതിനനുസരിച്ചിട്ടുള്ള ഒരു ട്രേഡിംഗ് പ്ലാന് എടുക്കുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള ഡിസിഷൻ. സ്റ്റോക്സ് വാച്ച് ചെയ്യാനാണെങ്കിൽ റിലയൻസ് 1330 മേളിൽ പതുക്കെ സ്ലോ മൂവിങ് ലോങ് ടേം ഇൻവെസ്റ്ററിന് മാത്രമായിട്ടുള്ളൊരു സംഭവമാണ് റിലയൻസ് എന്ന് പറയുന്നത്. HDFC ബാങ്ക് ഒന്ന് സെറ്റായി വരുന്നുണ്ട്, ആക്സിസ് ബാങ്ക് സെറ്റായി വരുന്നുണ്ട്, SBI ആയിട്ടില്ല, ICICI ബാങ്കിങ് സെക്ടർ കൊള്ളാം, IT സെക്ടർ ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ IT സെക്ടർ സ്ലോയിലാണ് നിൽക്കുന്നത്. എന്നാൽ ബാങ്കിങ് സെക്ടർ കണ്ടു കഴിഞ്ഞാൽ കാണാം അതിൻ്റെ ഹൈയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ 58,000ലേക്ക് പോകുന്നൊരു സിറ്റപ്പാണ് അത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനനുസരിച്ചുള്ളൊരു ട്രേഡ് പ്ലാൻ ഉണ്ടാക്കുക. നമ്മുടെ ടെലഗ്രാം ചാനൽ ഇന്ത്യയിൽ ടെലഗ്രാം ബാനായിരിക്കുന്ന കാരണം ഒരുപാട് പേർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. വാട്സാപ്പ് ഗ്രൂപ്പ് അവിടെ ഉണ്ട്.
ജസ്റ്റ് കമൻറ്റിലോ ഇല്ലെങ്കിൽ താഴെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ കോപ്പി അവിടെ ഉണ്ടാവും. അതിലൂടെ ഒരു റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കയറാൻ പറ്റുന്നതാണ്. ഇന്ന് മുതൽ ലിങ്ക്ഡിനിൽ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലിങ്ക്ഡിനിലേക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ആക്സസ് ചെയ്യാം. നല്ല സ്റ്റോക്ക് അനാലിസിസ് മാത്രമായിരിക്കും അവിടെ ഷെയർ ചെയ്യപ്പെടുക. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.